കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്ന്. പക്ഷേ നിലവിലെ ക്ലബിന്റെ പ്രകടനം അത്ര സുഖകരമായതല്ല. ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശീലകനായിരുന്ന ഇവാൻ വുക്കോവിനോവിച്ചിനെ അപ്ഗ്രേഡ് ചെയ്ത് ക്ലബിൽ സിൽവർ വെയർ എത്തിക്കാനായിട്ടുള്ള നീക്കത്തിൽ നിന്നായിരുന്നു. ആദ്യം മിഖായൽ സ്റ്റാറെ, പിന്നീട് ഡേവിഡ് കാറ്റാല. പക്ഷേ ഇരുവർക്കും ക്ലബ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിഞ്ഞില്ല. നിലവിൽ കാറ്റാലയുടെ അണ്ടറിൽ പുതിയ സീസണിൽ 3 കളികൾ പിന്നിടുമ്പോൾ 3 പരാജയമാണ് ക്ലബ്ബ് നേടിയത്. റെലഗേഷൻ കൂടി ലീഗിൽ കൊണ്ടുവന്നത് കൊണ്ട് വീണ്ടും മാധ്യമങ്ങളിലും ഫാൻ കമ്മ്യൂണിറ്റികളിലും ഉയർന്നു കേൾക്കുന്ന കാര്യമാണ് ക്ലബിനെ സേവ് ചെയ്യണമെങ്കിൽ ഇവാൻ വുക്കോവിനോവിച്ചിനെ തിരികെ കൊണ്ടുവരണം, ഒപ്പം അദ്ദേഹത്തിന്റെ വജ്രായുധമായ ലൂണയെ ലോൺ കാലാവധി അവസാനിപ്പിച്ച് ക്ലബിലെത്തിക്കണം. നിലവിൽ കാറ്റാലയുടെ കീഴിൽ ടീമിന് അതിന്റെ ഐഡന്റിറ്റി നഷ്ടമായിരിക്കുന്നു, ക്യാരക്ടർ നഷ്ടമായിരിക്കുന്നു, മെന്റാലിറ്റി നഷ്ടമായിരിക്കുന്നു, നമ്മുടെ ടീം വിജയിക്കാൻ മറന്നിരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങളും ആരാധകർക്ക് പറയാനുണ്ട്. അതേസമയം വുക്കോവിനോവിച്ചിനെ പരിശീലകനായി ടീം തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിലും ആരാധകർക്ക് പല കാര്യങ്ങളും നിരത്താനുണ്ട്. ടീമിനൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, താരങ്ങൾക്ക് അവരുടെ എബിലിറ്റിയിൽ വിശ്വാസമുണ്ടായിരുന്നു, ഏതൊരു സിറ്റുവേഷനും മാനേജ് ചെയ്യാൻ കഴിയുന്ന കോച്ചായിരുന്നു ഇവാൻ. അയാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള താരങ്ങൾ ആ ടീമിലുണ്ടായിരുന്നു. അങ്ങനെ ഇവാന്റെ കാര്യത്തിൽ പല ന്യായീകരണങ്ങളും ആരാധകർക്ക് പറയാനുണ്ട്. ക്ലബിന് ഒന്നുകിൽ പരിശീലകനായ ഡേവിഡ് കാറ്റാലയ്ക്കൊപ്പം തുടരാം, അദ്ദേഹത്തിന് ആവശ്യത്തിലധികം സമയം നൽകി റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കാം. അതല്ല, ലീഗിൽ നിന്നും ടീമിനെ രക്ഷിച്ച് കൊണ്ടുവരണമെങ്കിൽ ഇവാൻ വുക്കോവിനോവിച്ചിനെ പോലൊരു പരിശീലകനെ തിരികെ കൊണ്ടുവരണം. എന്ത് തന്നെ തീരുമാനിച്ചാലും ആരാധകർക്ക് വേണ്ടത് ഈ ടീം വീണ്ടും ഉയരങ്ങൾ കീഴടക്കുന്നത് കാണുന്നതാണ്.